പൂക്കൾ പോലെ മനോഹരമായ സിംഗപ്പൂർ ചോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് പാട്ട് വളരെയധികം ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ സിംഗപ്പൂരിന്റെ ഒരു ഗായകൻ മനതോട് പേസും മായങ്ങൾ ചെയ്താய் മൗനങ്ങൾ പേസും മൊഴിയാനായി കാലങ്ങൾ യാവം. റോഷൻ നമ്മുടെ കൂടെ ഉണ്ട്. റോഷന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഹായ് റോഷൻ. റോഷൻ എപ്പോഴാണ് സിംഗപ്പൂരിൽ വന്നത്? ഞാൻ സിംഗപ്പൂരിൽ 2010 വന്നത്. ഞാനിവിടെ വന്നിട്ട് 4 കൊല്ലമായി. ഞാൻ പഠിച്ചതൊക്കെ നാട്ടിൽ തന്നെ ആയിരുന്നു. കൊല്ലത്തായിരുന്നു സ്കൂളിംഗ്. സോ 2010 ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് എടുത്തു. വർക്ക് ചെയ്യുന്നു. എന്താ ഞാനിവിടെ ഒരു സെമി കണ്ടക്ടർ കമ്പനിയിൽ പ്രോഡക്റ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പാട്ടും വർക്കിങ്ങും ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ആക്ച്വലി ഞാൻ കൊച്ചിലെ മുതലേ സ്കൂളിൽ പാടുമായിരുന്നു. പിന്നെ സ്കൂളിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കോളേജിലെത്തിയപ്പോൾ ഐ ജസ്റ്റ് ക്യാരിഡ് ഓൺ. അങ്ങനെ കോളേജിലും പാടി കുറേ ഷോസ് ഒക്കെ പാടാറുണ്ട്. കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഇൻ്റർ കോളേജ് മീറ്റ്. അങ്ങനെ കോളേജിൽ നിന്ന് ഇവിടെ തിരിച്ചു മാസ്റ്റേഴ്സ് ഇവിടെ എടുക്കാൻ വന്നു. 1 year ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ്. 2010 to 2011. ബട്ട് അന്നേരം തന്നെ ഇവിടെ ഒരു കൊയർ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ചേർച്ച് കൊയർ മാതിരി. സോ അവിടെ ഞാൻ ആക്ച്വലി ഐ ജോയിൻ ദ കൊയർ. അപ്പം ഡിവൈൻ ബീറ്റ്സ് എന്നാണ് കൊയറിൻ്റെ പേര്. സോ അങ്ങനെ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് സ്റ്റാർട്ട് ഹിയർ. പിന്നെ ആഫ്റ്റർ മൈ മാസ്റ്റേഴ്സ് ആക്ച്വലി ദർ വാസ് എ കോൺടെസ്റ്റ് ഹിയർ, നാഷണൽ മലയാളം ടാലൻറ്റ് ടൈം. അങ്ങനെ അതിന് പങ്കെടുത്തു. ബൈ ഗോഡ്സ് ഗ്രേസ് ഐ വാസ് എ വിന്നർ. സോ ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രോം ദർ. ഐ വാസ് ഏബിൾ ടു കണ്ടിന്യൂ മൈ സിംഗിങ്. റോഷൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതായിരിക്കും? എൻ്റെ വെരി ഫേവറേറ്റ് സോങ് നെഞ്ചുക്കുൾ പെയ്തിനും ഫ്രോം വർണ്ണമായിരം. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും അത്. സോ അപ്പോൾ ഒരു 2 വരി ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും പാടാമോ? തീർച്ചയായിട്ടും. தூக்கங்களே தூக்கி சென்றாய், ஈர்க்கங்களே தூவி சென்றாய், உன்னை தாண்டி போகும் போது வீசும் காற்றின் வீச்சு வேலு, நில்லென்று நீ சொன்னால் என் காலம் நுகராது, நீ சூடும் பூவெல்லாம் ஒருபோகும் முதிராது, காதல் என்னை கேட்கவில்லை, கேட்காதது காதலில்லை, என் ஜீவன் ஜீவன் நீதானே, என தோன்றும் நேரம் இதுதானே, நீ இல்லை இல்லை என்றாலே என் நெஞ்சம் நெஞ்சம் தாங்காதே, நெஞ்சுக்குள் பெய்திடும் வாமழையே, நீருக்குள் மூழ்கிடும் தாமரை, சத்தின்று மாறுது வானிலை, பெண்ணே உன்மேல் பிழை. സിംഗപ്പൂരിൽ ഇപ്പം എന്തെങ്കിലും കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തോ അല്ലെങ്കിൽ ഏതൊക്കെ ഷോസിനാണ് പാടാറ്? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2012 NBK നാഷണൽ മലയാളം ടാലൻറ്റ് ടൈം ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതിൽ ഞാൻ വിന്നറായിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് ഇവിടെ വരുന്ന ഓണം ഷോസ്, ബൈ കമ്മ്യൂണിറ്റി അസോസിയേഷൻ, അങ്ങനത്തെ എല്ലാ പ്രോഗ്രാംസ് ഐ ട്രൈ ടു പാർട്ടിസിപ്പേറ്റ്. ടൈം എങ്ങനെയാണ് ഉള്ളത് വെച്ചിട്ട് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ തമിഴ് അസോസിയേഷൻസ് അങ്ങനെ അവരുടെയൊക്കെ ഓരോ പ്രോഗ്രാംസ് ഐ ഗെറ്റ് ഇൻവോൾവ്. അങ്ങനെ ഇറ്റ്സ് ലൈക്ക് സിംഗിങ് ഈസ് ഓൾ ദ വേ അലോങ് വിത്ത് മീ. പാട്ട് ക്ലാസിക്കൽ ആയിട്ട് റെഗുലർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്? ആക്ച്വലി ഈ 3 to 4 months ബിഫോർ ആണ് എനിക്ക് ഒരു തോന്നൽ തുടങ്ങി ഐ ഷുഡ് ഗെറ്റ് മോർ സീരിയസ് ക്ലാസിക്കൽ അറിഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ഇത്ര നാളായിട്ട് പഠിച്ചിട്ടില്ലായിരുന്നു. സോ ഒരു 3 to 4 months ബിഫോർ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് അണ്ടർ ഷിബി കൃഷ്ണൻ സർ, ഇവിടെ തന്നെ ഇഷ്യൂനിൽ തന്നെ. അങ്ങനെ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ഓക്കെ ജസ്റ്റ് ഫ്രം ദ സ്റ്റാർട്ട്. മെലഡി പാട്ട് കഴിഞ്ഞു, ഇനി ഒരു അടിച്ചുപൊളി പാട്ട് പാടാം. ഒരു മാலை ഇളവയിൽ നേരം அழகான இலையுதிர் காலம் சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே
சற்று தொலைவிலே அவள் முகம் பார்த்தேன், அங்கே தொலைந்தவன் நானே. அவள் அள்ளிய விட்ட பொய்கள் நடுநடுவே கொஞ்சம் மெய்கள், இதழோரம் சிரிப்போடு கேட்டுக்கொண்டே நின்றேன். அவள் நின்று பேசும் ஒரு தருணம் என் வாழ்வில் சர்க்கரை நிவிடம். ஈர்க்கும் விசையை அவளிடம் கண்டேனே കണ്ടേനെ കണ്ടേനെ. ഗംഭീരമായിരുന്നു പാട്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ അടിച്ചുപൊളി പാട്ട് കിടലായിട്ട് പാടുന്നുണ്ട്. എനിവേസ്, എന്തൊക്കെയാണ് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ്? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പാടാൻ കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയായിരുന്നു. പിന്നെ എൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊരു ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം കം ട്രൂ മൂമെൻറ്റ്. അതായത് 1 month ബാക്ക് ഇവിടെ ബോളിവുഡ് അസോസിയേഷൻ കൂടെ ചേർന്ന് ഒരു കോൺടെസ്റ്റ് നടത്തിയായിരുന്നു ടു മീറ്റ് സോനു നിഗം. സോ അപ്പോൾ അതിന് പങ്കെടുത്തു. ഇറ്റ് വാസ് ലൈക്ക് ഫേസ്ബുക്ക് കോൺടെസ്റ്റ്. സോ മൈ ഫ്രണ്ട്സ് ഫ്രം കേരള, ഇവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ആ കോൺടെസ്റ്റിന് വിൻ ചെയ്തു. സോ ഐ വാസ് ഏബിൾ ടു മീറ്റ് ഹിം ഓൺ പേഴ്സൺ. ഇനി വീട്ടിലെ കുറിച്ച് പറഞ്ഞാൽ, വീട്ടുകാരെ കുറിച്ചൊന്നും. ഓക്കെ, അച്ഛൻ വീട്ടിൽ പപ്പ, മമ്മി, എൻ്റെ ആൻറ്റി, 3 സിസ്റ്റേഴ്സ് ഉണ്ട്. മൂത്ത 2 പേര് കല്യാണം കഴിഞ്ഞു, ഒരാൾക്കൊരു കുഞ്ഞുണ്ട്. പിന്നെ എൻ്റെ ഇളയ അനിയത്തി, ഷീ ഈസ് വർക്കിംഗ് ഫോർ ഓറക്കിൾ. ഓക്കെ. സോ പിന്നെ ഞാൻ, അങ്ങനെ ഞങ്ങളുടെ ഫാമിലി. അടുത്ത ഏത് പാട്ടാ പാടാൻ പറ്റുക? ഞാൻ 1000 കണ്ണുമ എന്ന പാട്ട് പാടാം. മലയാളം പാട്ട്. അറ്റ് ലാസ്റ്റ് മലയാളികളെ നമ്മളൊരു മലയാളം പാട്ട് കേൾക്കാൻ പോവാണ്. നല്ലൊരു പാട്ടാണ്, കേട്ടിട്ട് വരാം. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. തെന്നലും മകളെയോ കുഞ്ഞു തുമ്പി തമ്പുരുമിട്ടിയോ, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ, എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞമന്താരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. 1000 ഇനി ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഫിലിം പ്ലേബാക്ക് സിംഗർ ആവാൻ താല്പര്യമുണ്ട്? തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. ഐ മീൻ, നല്ലൊരു അവസരം കിട്ടുവാണെങ്കിൽ ഞാനത് നല്ല രീതിയിൽ തന്നെ കണ്ട് ഐ വിൽ ഗെറ്റ് ഇൻവോൾവ് ടു ഇറ്റ്. എന്തെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഒരു ആൽബം ചെയ്തിട്ടോ, ഒരു സ്റ്റുഡിയോ എക്സ്പീരിയൻസ്? ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ, ഹീസ് എ കീബോർഡിസ്റ്റ്, മിസ്റ്റർ നിബിൻ. സോ പുള്ളിയുടെ കൂടെ ചേർന്ന് ഞാൻ ആക്ച്വലി ഒരു കവർ ചെയ്യണം, ഒരു പാട്ടിൻ്റെ കവർ ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. സോ വി ഡിഡ് ദ കവർ ഫോർ ദ നെഞ്ചോട് ചേർത്ത് എന്ന് പറഞ്ഞ പാട്ടിൻ്റെ തമിഴ് വേർഷൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആക്ച്വലി അതിൻ്റെ കവർ യൂട്യൂബിലിട്ടു. സോ ദാറ്റ് വാസ് ലൈക്ക് വി ഡിഡ് ഇൻ എ മിനി സ്റ്റുഡിയോ ഓൾസോ. സോ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി റോഷൻ ഒരു വർക്കിംഗ് മാൻ ആണ്. അപ്പോൾ ഒരു ഹെക്ടിക് ബിസിനസ്, ഒരു സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, നല്ല ബിസി ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ഈ വർക്കിനിടയിൽ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നേരം കാണുന്നത്? ആക്ച്വലി വീക്കെൻഡ്സ് ഫ്രീ ആയിരിക്കും. സോ വീക്കെൻഡൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ പാട്ടുകളുടെ കരോക്കെ ആയിട്ട് ചുമ്മാ പാടും റൂമിൽ തന്നെ ഇരുന്ന്. ചിലപ്പോൾ നല്ല വല്ലതും എനിക്ക് ക്ലിക്കായിട്ട് തോന്നിയാൽ ഐ വിൽ ജസ്റ്റ് അപ്ലോഡ് ഇൻ യൂട്യൂബ്. അങ്ങനെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. അങ്ങനെ സമയം കണ്ടെത്താറുണ്ട് പാട്ട് നോക്കാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൊയറിൻ്റെ കൂടെ പ്രാക്ടീസ് എവറി മന്ത് വി ഹാവ് ലൈക്ക് 3rd Sunday വി ഹാവ് ദ കൊയർ. സോ ഞങ്ങൾ കൊയറിന് പ്രാക്ടീസ് നടത്താറുണ്ട്. അങ്ങനെ കുറച്ച് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് പാട്ടിനോട്. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയും നല്ലൊരു കലാകാരൻ സിംഗപ്പൂരിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫിലിം പ്ലേബാക്ക് സിംഗറായിട്ട് അറിയപ്പെടട്ടെ ഭാവിയിൽ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു പാട്ട് തീർച്ചയായിട്ടും അവസാനമായി പാടണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. മനതോട് പേസും മായങ്ങൾ ചെയ്താய், മൗനങ്ങൾ പേസും മൊഴിയാനാய், കാലങ്ങൾ ஞாபகம் உன்னோடு நகர, என்னோடு நீயும் ஒன்றாலா, நீ மழை மெய்தீண்ட துடிக்கிறேன், நான் கிழே உன் சொல்லில்
பிழைக்கிறேன் உயிரினுள்ளே நகரம் உன் பின்பம் என் இன்பம் அகவும் புறவும் மறந்து உன் பின்னை நடக்கிறேன் നെഞ്ചോട് ചേർത്ത് പാട്ടൊന്നു പാടാം പാട്ടിൻ്റെ ഈണം നീയാണ് കാണാതെ കണ്ണിൽ അറിയാതെ നെഞ്ചിൽ വിരിയുന്ന ചിത്രം നീയാണ്